കഴിഞ്ഞ ദിവസത്തെ സമൂസയല്ല ഇന്നത്തെ സമൂസ. ഇന്നൊരു വെറൈറ്റി സമൂസയാണ് ചിക്കൻ പക്കോള സമൂസ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? വേഗം വന്നോ. അപ്പോൾ നമുക്ക് സവാള ആൻഡ് ഉരുളക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കുറച്ചധികം പോർഷനുള്ള ഉരുളക്കിഴങ്ങ് വേണം എടുക്കാൻ. ബോൺലെസ് പീസ് ചിക്കൻ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് മൂന്നും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചോ, എന്നാലാണ് നല്ലത്. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, ഒരു ചെറിയ സവാള ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റി വെച്ചതും ഈ പൊരിച്ച ചിക്കനും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കാം. ഇതേപോലെ ആയി കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെച്ചൊരു ഇനി നമുക്ക് പാൻ എടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആ പൊരിച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കുഞ്ഞ് ഇഞ്ചി എടുത്ത് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി വേണം. അത് നന്നായിട്ടൊന്ന് മൂത്തൊരു റെഡ് കളറായിട്ട് വരുമ്പോഴേക്കും നമ്മൾ വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സവാള ആൻഡ് ഉരുളക്കിഴങ്ങ് അതാണ് നമ്മൾ ഇടേണ്ടത്. ഇത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്, വെറുതെ പറയണില്ല, എന്തായാലും കഴിച്ച് നോക്കണം. ഇത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റും ഒപ്പീനിയൻസൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ ആഡ് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യാം, നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അത് മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. നന്നായിട്ട് വഴറ്റുന്നു. ഈ വഴറ്റിൽ തന്നെയാണ് പണി, വേറെ പണിയൊന്നുമില്ല. നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നോക്കിയപ്പോൾ ഉപ്പുണ്ടായില്ലേ, അതാണ് ലേശം ഉപ്പ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചിക്കൻ്റെ മിക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടുവറ അതാണ് മെയിൻ. അങ്ങനെ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സമൂസ ഉണ്ടാക്കാൻ ബാക്കി ഞാൻ പറയണ്ടല്ലോ. സ്വീറ്റ്സിൻ്റെ ഷീറ്റ് എടുക്കുക, ഉള്ളിൽ വയ്ക്കുക, മടക്കുക, പൊരിക്കുക. അപ്പോൾ ഇതാണ് പരിപാടി. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്, ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് ഇടാം കേട്ടോ. ഇതേപോലുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും നോക്കിയിട്ട് ഒപ്പീനിയൻ അറിയിച്ചോ. ഇതേ സമൂസയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചാൽ ആവശ്യത്തിനെടുത്ത് പൊരിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. നല്ലത് ചൂടുള്ള എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുത്തു. ബായ്.